പങ്കുവച്ചിരിക്കുന്ന തെളിവ് തന്നെ ഒരു ചാറ്റിന്റെ ശ്രീലങ്കയും ഒരു വെള്ള ഹൃദയചിഹ്നമാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. അതിന് താഴോട്ടുള്ള സംഭാഷണം എന്താ അവർ പങ്കുവെക്കാത്തത്? സംസാരിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണെങ്കിൽ അവരും കുറ്റകൃത്യം ചെയ്തു നിയമം പറയേണ്ടി വരത്തില്ലേ? സംസാരിക്കുന്നത് രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണെങ്കിൽ അവർ ചെയ്തും കുറ്റകൃത്യമാണ് പറയട്ടെ. അങ്ങനെ ഒരു ആരോപണം അവർ ഉന്നയിക്കുന്നത്. അവർ പറഞ്ഞത് രാഹുൽ അവർ വഴി മോശമായി ചാറ്റ് ചെയ്യുമെന്ന് രാഹുൽ മറ്റാളുകളോട് പറഞ്ഞു എന്നാണ്. അത് അവരല്ലേ തെളിയിക്കണ്ടേ? ഇപ്പൊ ഞാൻ പറയുകയാണ്, അങ്ങാണ് ഈ സംഭവങ്ങൾക്ക് മുഴുവൻ പിന്നിലെന്ന് ഞാൻ ആരോപിച്ചിട്ട് കാര്യമുണ്ടോ? കൈരളിയുടെ മാധ്യമ പ്രവർത്തനം അങ്ങാണ് എന്നെ ബോധപൂർവ്വം തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങയുടെ മാസ്റ്റർ ഓപ്പറേഷൻ ആയിരുന്നു ഈ നടന്നത് മുഴുവൻ എന്ന് ഞാൻ വെറുതെ പറഞ്ഞാൽ മതിയോ? ശ്രീമതി ഹണി ഭാസ്കറിന് അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, അല്ല ചോദ്യം ചോദിക്കുന്നതിന് മറുപടി ഞാൻ പറയട്ടെ. ശ്രീമതി ഹണി ഭാസ്കറിന് അത്തരത്തിൽ ഒരാക്ഷേപമുണ്ടെങ്കിൽ അതവർ തെളിയിക്കട്ടെ. ആര് പറഞ്ഞു, ഏത് വ്യക്തി പറഞ്ഞു? അപ്പോൾ ഒന്നെങ്കിൽ അവർക്ക് നിയമപരമായി പോകാം, അതല്ല പിന്നെ അതിന് നിയമപരമായി പോകാൻ താല്പര്യമില്ലെങ്കിൽ ഞാനും ശ്രീമതി ഹണി ഭാസ്കറും അവർ പറയുന്ന ആളെ കൂടെ ഒരുമിച്ച് നിർത്തിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതൊരു നിയമപരമായ പ്രശ്നം അവർ പറയുന്നുണ്ടോ? നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തെന്ന് പറയുന്നുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ മാധ്യമ പ്രവർത്തകരൊക്കെ ഞാൻ ചോദിക്കുന്നത് ചെറിയ കാര്യങ്ങളാണോ നിങ്ങൾ വാർത്തയാക്കേണ്ടത്? പോട്ടെ, ശരി, ഇപ്പോഴും ഞാൻ പൂർത്തീകരിക്കാൻ സമ്മതിക്കുന്നില്ല. നിയമ നടപടിയുമായിട്ട് രാഹുലിന് മുന്നോട്ട് പോകാനുള്ള ചങ്കൂറ്റമുണ്ടോന്നാണ് ഹണി ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും ചോദിച്ചേക്കുന്നത്. എന്ത് വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട്? ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ അല്ല, അവർ പറഞ്ഞ ആരോപണങ്ങൾ എന്താണ്? ഞാൻ അവര് സംസാരിച്ചു എന്ന് വേറെ ആരോടോ പറഞ്ഞു എന്ന്. അത് അവര് പല കാര്യങ്ങളും ഷാബിയോടൊക്കെ സംസാരിച്ചിട്ട് പോലും അത് അവിടെ ഒതുക്കി തീർക്കുന്ന രീതിയിലേക്ക് പോയി ഗുരുതരമായി നിങ്ങൾ രണ്ടുപേരും ചേർത്ത് ഗുരുതരമായ പല കാര്യങ്ങളും. അല്ല, ഞാനൊരു കാര്യം അവരോട് അപ്പൊ മാധ്യമങ്ങൾ ചോദിച്ചു അവര് നിയമ നടപടിയുമായി പോകുമെന്ന് ചോദിച്ചപ്പോ ഞാൻ പോകില്ല, എനിക്കെതിരെ അല്ലെ രാഹുൽ തെറ്റാണെന്ന് തെളിയിക്കാമെങ്കിൽ തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിരിച്ചുള്ള എന്റെ ചോദ്യം, അങ്ങാണ് ഈ കുഴപ്പങ്ങളെല്ലാം കാണിച്ചതെന്ന് ഞാൻ ആരോപിക്കുന്നു. എന്നിട്ട് അങ്ങ് എന്നോട് പറയുകയാണ് ഇനിയും ഇത് തെളിയിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് അങ്ങ് നിയമപരമായി പോരാടൂ എന്ന് പറയുന്നതിനകത്ത് യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കാണ്. എന്തായാലും അവർ എന്നോട് താല്പര്യമുള്ളതോ അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരാളോ അല്ലെന്ന് അവരുടെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടല്ലോ. അവർക്ക് എന്നെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് സംരക്ഷിക്കാൻ ബാധ്യതയില്ല എന്ന് അവർക്ക് തന്നെയുണ്ട്. അപ്പോൾ അവരെ പറ്റി ഞാൻ ആരോട് അങ്ങനെ മോശമായി പറഞ്ഞു അതവർ തെളിയിക്കട്ടെ. ആ പ്രശ്നം കഴിഞ്ഞില്ലേ? ഇനി അവർക്ക് പരാതി ഉണ്ടോ ആ വിഷയത്തിനകത്ത്? ഇപ്പം നിങ്ങൾ മാധ്യമപ്രവർത്തകർ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള നിയമപരമല്ലാത്ത പ്രശ്നങ്ങളെ പറ്റിയിട്ടല്ലോ സംസാരിക്കേണ്ടത്, നിയമവിരുദ്ധമായ പ്രശ്നങ്ങളെ പറ്റിയിട്ടല്ല മാധ്യമങ്ങൾ സംസാരിക്കേണ്ടത്. അല്ല ഞാൻ പൂർത്തീകരിക്കാൻ സമയം തരുന്നില്ല. ഞാൻ പറയുന്ന പോയിന്റ് പൂർത്തീകരിക്കാനുള്ള സമയം തരാതെയാണ് നിങ്ങൾ ആവർത്തി ചോദിക്കുന്നത്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കേണ്ടത് ഏതെങ്കിലും നിയമവിരുദ്ധമായ പ്രവർത്തനം നടന്നിട്ടുണ്ടോ അതിനെപ്പറ്റി നിങ്ങൾ ചോദിക്കാം. ഇപ്പം ഞാനും അങ്ങയും തമ്മിൽ വ്യക്തിപരമായ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് നിയമപരമായ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലെങ്കിൽ, നിയമവിരുദ്ധമായ ബാക്ക്ഗ്രൗണ്ടും ഇല്ലെങ്കിൽ അതെങ്ങനെ മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യമായി വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് അതിനകത്ത് വാർത്തയുടെ പ്രാധാന്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പോട്ടെ, അതൊക്കെ വാർത്ത പറഞ്ഞത് മകളെ പോലെ കാണുന്ന ഒരാൾ തന്നോട് വന്ന് പരാതി പറഞ്ഞിരുന്നു. ആ പരാതി ഗൗരവത്തോടെ കാണുന്നു. അപ്പോൾ അതൊരു പരാതിയല്ലേ? അല്ല, എന്നെ പറ്റി ആ ആള് പരാതി പറഞ്ഞതായിട്ട് എനിക്കറിവില്ല, വ്യക്തിപരമായി എനിക്കറിവില്ല. എന്നോട് ശ്രീ വി ഡി സതീശൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ല. അല്ലെങ്കിൽ ശ്രീ വി ഡി സതീശനോട് അങ്ങേക്ക് ചോദിക്കാം, എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല ശ്രീ വി ഡി സതീശന്റെ പത്രസമ്മേളനം ഞാനും കണ്ടിരുന്നു. അദ്ദേഹം തുടക്കത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് നടപടിയെടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനും തന്നെയാണ് പറഞ്ഞത്. ഞാൻ നിയമവിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് പരാതി കൊടുക്കാം. ആ പരാതി കൊടുത്തതിനപ്പുറം അതിനുശേഷം കോടതിയുണ്ട്, കോടതിയിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിച്ചോളാം. അവർക്ക് ഞാൻ കുറ്റവാളിയാണെന്ന് തെളിയിക്കാൻ പറ്റിയാൽ അവരും തെളിയിക്കട്ടെ. ഇതൊരു